ഹായ്, ഞാനിന്നൊരാളെ പരിചയപ്പെടുത്താവേ. ഒരു വെറൈറ്റി ആയിട്ടോ ആൾ, ഭയങ്കര ഒരു വെറൈറ്റി. എനിക്ക് അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ പരിചയപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാവേ. കണ്ടപ്പോൾ ഒരു ഹായൊക്കെ തന്നു. നല്ല ഭക്തിഗാനമൊക്കെ വെച്ചോണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷം പറഞ്ഞു പാട്ടൊന്നും നിർത്താമെന്ന് ചോദിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് പാട്ടൊക്കെ നിർത്തി. ആ വണ്ടി കണ്ടോ, വണ്ടിയിൽ ഇല്ലാത്ത ഒന്നുമില്ല. ഭഗവാന്റെ ഫോട്ടോ, മയിൽപീലിയ എന്ന് വേണ്ട, വണ്ടിയിലില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. കണ്ടോ, മീശയൊക്കെ പിരിക്കുന്നുണ്ടോ, അടിപൊളി. ഒരു നിഷ്കളങ്കമായ ചിരിയും കണ്ടോ, ഒരു വെറൈറ്റി അല്ലേ. ഒത്തിരി പോയി നമുക്ക് മൈക്കില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കിട്ടുന്നില്ല. ചന്ദ്രൻ എനിക്ക് പേര് അറിയത്തില്ല, ശശിയുടെ കേട്ടില്ല കാര്യം അറിയാം. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ അറിയണേ ശരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ ഇവിടെ ഹോട്ടലിൽ വെച്ചല്ലായിരുന്നു. ഞങ്ങൾ അടൂർമലയിൽ അവിടെ പള്ളിയിൽ ഒരു ഗാനമേള കേൾക്കാൻ വന്നപ്പോൾ അന്ന് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസും വേളം കാര്യമുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഇതെന്താന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോഴത്തേനും ഈ ചരടും ഈ മാലയൊക്കെ ഇട്ടോണ്ടിരിക്കുമ്പോഴത്തേനും ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? അത് കുറികളുണ്ടോ? കണ്ടോ എത്ര കുറിയാ? 11 കുറി. ഇതിന് വല്ല ഐതിഹ്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ചുമ്മാ ഒരു കളർ ഉണ്ടോ? കണ്ണാടി വെച്ച് നോക്കുവാണ്. ഒരു വെറൈറ്റി അല്ലേ കണ്ടോ, എല്ലാവരും നോക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ഒന്ന് എനിക്ക് കണ്ടോ. ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ. ഇപ്പം ഇവിടെ ഈ TDMൻ്റെ തൊടുപുഴ TDMൻ്റെ അവിടെയാണ് ആൾ നിൽക്കണത്. എന്നാലും ഒരു വെറൈറ്റി ആട്ടോ, പറയാതിരിക്കാൻ പറ്റുകയില്ല. പിന്നെ വേറെ എന്നാ, പാട്ടൊക്കെ പാടുവോ? പിന്നെ എന്നാലും മതി, അങ്ങനെ രണ്ടുപേരും അതെ അല്ലാടോ വെച്ചോനെ എന്നതാ. എന്നാലും രണ്ടുപേരും പാടിക്കേ, ചുമ്മാ ഒരു രസത്തിന് എടുക്കട്ടെ. അതിന് ഞങ്ങൾക്ക് മുറിപ്പാട്ടാ ഇഷ്ടം അല്ലേ? എത്ര മണിക്കാ ഡ്യൂട്ടിക്ക് കയറുന്നത്? എത്ര മണിക്കാ ഡ്യൂട്ടിക്ക് കയറുന്നത്? 8 മണിയാകുമ്പോൾ ചെല്ലും. ഡേ ഉള്ളൂ, നൈറ്റില്ലേ? ഉണ്ടോ? അപ്പം ഞങ്ങളുടെ അയലോക്കംകാരനാണ് കേട്ടോ. ഞങ്ങൾ കുടയത്തൂരാണ്, ഞങ്ങളുടെ അയലോക്കംകാരനാണ്. അപ്പോൾ ബൈ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ആൾ പോകാനായിട്ട് തുടങ്ങി. പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പാട്ട് വെച്ചിട്ടില്ല, ഭക്തിഗാനമൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. വന്നപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു, ഭക്തിഗാനമൊക്കെ വെച്ചിട്ട്. അപ്പോൾ പോകാൻ തുടങ്ങിയപ്പോഴും പാട്ടൊക്കെ വെച്ച്, ഭക്തിഗാനമൊക്കെ വെച്ച്, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഭഗവാന്റെ പാട്ട് കേട്ടോണ്ടല്ലേ പോകുന്നത്. അതൊക്കെ ഒരു ഐശ്വര്യമല്ലേ, ഒരു വെറൈറ്റി അല്ലേ. ഭയങ്കര ഭക്തനാണ്. ഇങ്ങനെ എല്ലായിടത്തും കാണുമല്ലോ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓരോരുത്തർ. ഇത് ഞങ്ങളുടെ സ്വന്തം, ഞങ്ങളുടെ തൊടുപുഴയുടെ സ്വന്തം. പണ്ട് കണ്ട ആ സ്നേഹം ഇപ്പോഴും അത് ആളുടെ അനിയനും ഒക്കെ ആണെങ്കിലും കേട്ടോ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.